Hello and welcome to a new video. Today we'll be discussing about urban sociology. It is from MSOE 004 Sociology, Urban Sociology on a topic. So without much delay, let's get started. Make sure to go through the entire video because in this video section I have added only the main and important points. So do not skip those points, because if you skip from this, then it will be a complete loose idea, and you won't be able to score more marks in exam. So make sure that you go through the entire video and note down the points, because ഞാൻ ഭയങ്കര ക്രിസ്പായിട്ടാണ് ഇതിലെ നോട്ട്സ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ അതിൽ നിന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു കണ്ടന്റും ഇല്ലാതെ വരും നമ്മുടെ റിപ്ലൈസിലും അല്ലെങ്കിൽ അസൈൻമെന്റ്സിലും. So just keep that in mind. And if you haven't subscribed this channel yet, then please do subscribe, like, share and support. Urban and urbane are both derived from the Latin word urbanus, meaning belonging to a city. അപ്പോൾ ആ വേർഡിൽ തന്നെ ഒരു ലാറ്റിൻ വേർഡ് ആണെങ്കിലും it already had the meaning called belonging to a city. അങ്ങനെയാണ് the term urban എന്നുള്ള കോൺസെപ്റ്റ് വന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കാര്യം മനസ്സിലായില്ലേ, എന്താണ് urban അല്ലെങ്കിൽ urbanization ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടി. റെസിഡൻറ്റ് ഓഫ് എ വില്ലേജ് ഇസ് നോൺ ആസ് എ ഫോക്ക് ആൻഡ് ഓഫ് എ സിറ്റി ഇസ് നോൺ ആസ് എ urbanite. അപ്പം വില്ലേജിലും അല്ലെങ്കിൽ കുറച്ചും കൂടെ റൂറൽ ഏരിയയിൽ താമസിക്കുന്നവരെ നമ്മൾ ഫോക്ക് എന്ന് വിളിക്കും. അറ്റ് ദ സെയിം ടൈം സിറ്റീസിലൊക്കെ താമസിക്കുന്നവരെ നമ്മൾ urbanite അല്ലെങ്കിൽ urban എന്ന് തന്നെ വിളിക്കും. Origin and development. Cities appeared some 10,000 years ago. 10,000 years തൊട്ടാണ് നമ്മളിങ്ങനെ ഒരു കോൺസെപ്റ്റ് സിറ്റീസ് എന്നുള്ളൊരു ഡിഫറൻസിയേഷനിലൊരു കോൺസെപ്റ്റ് വരാൻ തുടങ്ങിയത്. ബുക്കിനെ സിറ്റീസിനെ പറ്റിയൊരു ബുക്ക് ആദ്യമായിട്ട് എഴുതുന്ന ഒരു ഇറ്റാലിയൻ തിങ്കറാണ് ജിയോവാനി ബൊട്ടീറോ ഇൻ 1598. Urban sociology is indebted to those scholars like Grottel, Revenster, Meyer, Supam, Adna, Weber, Wilcox, Hurd. Is truly urban sociology. അപ്പോൾ അവരുടെ വർക്ക്സ് ആണ് കൂടുതലായിട്ട് urban sociology, ഈ തിങ്കേഴ്സിൻ്റെ വർക്ക്സ് ആണ് കൂടുതലായിട്ട് urban sociologyയിൽ വന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് urban sociology വർക്ക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ they started referring to these concepts. Urban cities എന്നുള്ള കോൺസെപ്റ്റിനെ പറ്റിയും ഡിഫൈൻ ചെയ്യാൻ തുടങ്ങിയത് ഇവരൊക്കെയാണ്. Urban sociology got recognition in 1925 when the American Sociologist Society devoted an annual meeting to urban sociology. അപ്പോൾ 1925 ആയപ്പോഴേക്കാണ് ശരിക്കും urban sociology അല്ലെങ്കിൽ എന്താ urban areas അല്ലെങ്കിൽ സിറ്റീസ് ആയിട്ടുള്ള ഏരിയാസിലുള്ള സൊസൈറ്റൽ ഇഷ്യൂസ് കോൺസെപ്റ്റ്സ് അതിനെ പറ്റിയൊക്കെ കൂടുതൽ ഡിസ്കഷൻ വന്നത് 1925 എപ്പോഴാണെന്ന് വെച്ചാൽ അമേരിക്കൻ സോഷ്യോളജി സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആദ്യമായിട്ട് urban സോഷ്യോളജിയുടെ പുറത്ത് ഡിസ്കഷന് വേണ്ടിയിട്ട് ഒരു ആനുവൽ മീറ്റ് കണ്ടക്ട് ചെയ്തപ്പോഴാണ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണെന്ന് സമൂഹം തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. The papers from this meeting were published by E.W. Burgess under the title The Urban Community. The Urban Community എന്ന് പറയുന്ന ഒരു പേരിൽ ഇതിൻ്റെ ഈ മീറ്റിംഗ് മിനിറ്റ്സ് പോലെ അല്ലെങ്കിൽ ഡിസ്കഷൻ ടോപ്പിക്സ് ഒക്കെ അന്ന് പ്രിൻ്റ് ചെയ്ത് വന്നിരുന്നു. E.W. Burgess ആണ് അത് ഇറക്കിയത്. Sociology is a relatively young discipline in India. It was only in 1920 from the first department of sociology was established at the University of Bombay by Professor Patrick Giddis. സോഷ്യോളജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഇന്ത്യയിൽ വന്നത് നമുക്കറിയാം. നമ്മൾ MSO 004 ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സോഷ്യോളജി തുടങ്ങിയത് തന്നെ 1920. അപ്പോൾ ഡെഫിനറ്റ്ലി urban സോഷ്യോളജിക്ക് അതിന് ശേഷമാണ് കൂടുതൽ ഫോക്കസിൽ വന്നത്. According to Erikson, urban sociology is a generalizing science. Its practical aim is to search out the determinants and consequence of diverse form of social behavior found in the city. ഇപ്പോൾ ഇതൊരു ജനറലൈസിങ് സയൻസ് ആണെന്നാണ് എറിക്സൺ എന്ന് പറയുന്നൊരു തിങ്കർ പറയുന്നത് urban sociology. അതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു വില്ലേജ് അല്ലാത്ത ഏരിയ, കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയിൽ താമസിക്കുന്ന ആളുകളിൻ്റെ സോഷ്യൽ ബിഹേവിയർ, അവർ സോഷ്യലി എങ്ങനെയാണോ പെരുമാറുന്നത് ആ ലൈഫ് സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ടുണ്ടാവുന്ന ഡിഫറൻസസ്, അതിൻ്റെ കോൺസിക്വൻസസ്, അതായത് ആ ലൈഫ് സ്റ്റൈൽ, അതിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ നല്ല വശങ്ങൾ, ഇതിനെല്ലാം കൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ് urban sociology എന്ന ഒരു
ബ്രാഞ്ചിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്. Urban sociology deals with the impact of city life on social action, social relationships, social institutions, and the types of civilization derived from and based on urban modes of living. ക്ലിയർ ആണല്ലോ അല്ലേ? സോഷ്യൽ ആക്ഷൻ, റിലേഷൻഷിപ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതിനൊക്കെ ഇമ്പാക്റ്റ്, സിറ്റി ലൈഫിലുള്ള ഇമ്പാക്റ്റിനെ പറ്റിയൊക്കെ urban സോഷ്യോളജി ഡിസ്കസ്. ആ ഒരു ബ്രാഞ്ച്, സോഷ്യോളജിയുടെ പല ബ്രാഞ്ചസിൽ urban സോഷ്യോളജി ഡീൽ ചെയ്യുന്നത് അതിനൊക്കെയാണ്. ലൂയിസ് വർത്ത് എന്ന് പറയുന്ന ഒരു തിങ്കർ discussed about the complexity of the subject matter. The city is not merely the point at which great numbers are concentrated into limited space, but it is also a complex heterogeneity in almost every characteristic in which human beings can differ from one another. ഇപ്പോൾ ഒരു ചെറിയ സ്പേസിൽ കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്തിനെ പറ്റിയുള്ളൊരു ഡിസ്കഷൻ, അതാണ് സിറ്റി. അതിനെ പറ്റിയുള്ളൊരു ഡിസ്കഷൻ മാത്രമല്ല, മറിച്ച് ചെറിയ ഏരിയയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഹെട്രോജിനിറ്റി എന്ന ഒരു ക്വാളിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ഡിസ്കഷൻ വരുന്നത്. ഈ urban സോഷ്യോളജിയുടെ ഡിസ്കഷൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതാണ് എന്നാണ് ആര് പറഞ്ഞത്? ലൂയിസ് വർത്ത് പറയുന്നത്. കോംപ്ലെക്സിറ്റി ഓഫ് എ സബ്ജക്റ്റ് മാറ്റർ, ആ സബ്ജക്റ്റിൻ്റെ കോംപ്ലെക്സിറ്റി, ആ ഹെട്രോജിനിറ്റി ക്വാളിറ്റിയെയാണ് എംഫസിസ് ചെയ്യുന്നത് എന്നാണ് ലൂയിസ് വർത്ത് പറയുന്നത്. Clear. This heterogeneity of the human materials in the city is at once a source of ferment and stimulation, and of the frictions and conflicts that characterize modern society. അപ്പോൾ ഈ ഒരു ഹെട്രോജിനിറ്റി, ഈ ഒരു ഡിഫറൻസ്, ഈ ചെറിയ സ്പേസിൽ കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൾക്കാരല്ലേ, പല സ്റ്റേറ്റ്, പല സ്ഥലം, പല സ്വഭാവം, പല കൾച്ചറൽ ഡിഫറൻസസ് ഒക്കെയുള്ള ആൾക്കാരുടെ ഈ ഒരു കോംപ്ലെക്സിറ്റി കാരണം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ, അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ, ഇതൊക്കെ എന്തിനെയാണ് ക്യാരക്ടറൈസ് ചെയ്യുന്നത്? മോഡേൺ സൊസൈറ്റീനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, urban sociology is one of the broadest and most electric of all sociological fields. ഇപ്പോൾ ഏറ്റവും ടഫ് അല്ലെങ്കിൽ ഏറ്റവും കോംപ്ലെക്സ് ആയിട്ടുള്ള സ്റ്റഡി അല്ലെങ്കിൽ ബ്രോഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് urban sociology. In many ways the interest of urbanologist, ഈ urbanologist എന്ന് പറയുന്നത് urban സോഷ്യോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു സോഷ്യോളജിസ്റ്റിനെ വിളിക്കുന്ന പേരാണ് urbanologist. And ecologist also overlaps with those of town and city planners, social workers, and various other specialists in education, race relation, housing and urban development and rehabilitation. അപ്പം ഒരു urbanologistഉം ഒരു എക്കോളജിസ്റ്റും ചേർന്ന് പല സ്ഥലങ്ങളിലും ഇവരുടെ സ്റ്റഡീസ് അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു urbanനെ പറ്റിയുള്ള സ്റ്റഡീസിൽ ഇവർ രണ്ടുപേരുടെയും വർക്ക്സ് എപ്പോഴും ഇൻ്റർ കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, എപ്പോഴും ഒരു urbanization-ൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് ഘടകങ്ങളാണ് കമ്മ്യൂണിറ്റി ആൻഡ് എക്കോളജി എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി മീൻസ് ദ പേഴ്സൺസ് ലിവിങ് ഇൻ ദാറ്റ് ഏരിയ, ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ താമസിക്കുന്ന ആളുകളും അവരുടെ റിലേഷൻസ്, അവരുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതേസമയം അപ്പം അതിൽ ആ കമ്മ്യൂണിറ്റിയിൽ ഇറ്റ് ഓൺലി ഡിസ്കസസ് അബൌട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ദ പീപ്പിൾ. ഒരു ഹ്യൂമൻ ബീങ് മറ്റേ ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ആ ഒരു ഇൻട്രാക്ഷനെ പറ്റിയായിരിക്കും ഡീൽ ചെയ്യുക. വേറാസ് എക്കോളജി എന്ന് പറയുമ്പോൾ അവിടുത്തെ മനുഷ്യനും അവിടുത്തെ പ്രകൃതിയും തമ്മിലുള്ളൊരു ഇൻ്റർ കണക്ഷനും കൂടി ഉണ്ട്. സോ ഈ രണ്ട് ഏരിയയും ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു urbanization അല്ലെങ്കിൽ സോഷ്യോളജി ഇൻ urban സോഷ്യോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. Now let's see some of the approaches to the study of urban sociology. It is considered as a relationship between the city and the civilization, the physical mechanism as a preconditioning force that requires deliberation. We consider the urban sociology, the study of urban sociology, as a physical mechanism, as a preconditioning force for the betterment of the current system. Then it is considered as a form of social organization, that huge and complex network of individuals, group, bureaucratic structure, social institutions, which is further differentiated into complex division of labor. All these constitutes as a reason for urban sociology.
then social problem perspective. When we consider a small area which is populated with so many people of heterogeneity nature, there will be definitely a problem arised, complex situations that will arise. So on that perspective, when we apply a sociological aspect thinking, we call it a urban sociology. Concept of urban. Urban refers to a city or town which is directly opposite to village or country. Resident of a village is known as folk. The city resident is known as urban. That we already discussed. The delineation of areas as urban or rural is often related to administrative, political, historical, or cultural consideration as well as demographic criteria. ഒരു ഏരിയനെ urban ആയിട്ട് ഡിഫൈൻ ചെയ്യണോ, റൂറൽ ആയിട്ട് ഡിഫൈൻ ചെയ്യണം എന്നൊക്കെ നമ്മൾ പല ബേസിസിലായിരിക്കും ഡിഫൈൻ ചെയ്യുക. മോസ്റ്റ്ലി അഡ്മിനിസ്ട്രേറ്റീവ്, പൊളിറ്റിക്കൽ, ഹിസ്റ്റോറിക്കൽ ഓർ കൾച്ചറൽ കൺസിഡറേഷൻ. ചില സമയത്ത് ഡെമോഗ്രാഫിക്, അവരുടെ ലൊക്കേഷണൽ ബേസിസിലും അല്ലെങ്കിൽ നേച്ചറിൻ്റെ ആ ഒരു ഇൻകോപ്പറേഷനും കൂടി, ലാൻഡിൻ്റെ സ്വഭാവത്തെയും കൂടി അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ അതിനെ കാറ്റഗറൈസ് ചെയ്യും. As the United Nations Demographic Yearbook has indicated, definition of rural fall into three major types. Urban definition നമ്മൾ മൂന്ന് major type of classifications വേണമെങ്കിൽ പറയാം. One is classification of minor civil division on a chosen criteria. രണ്ട്, classification of administrative centers of minor rural division as urban and the remainder of the division as rural. മൂന്നാമത്തേത് ക്ലാസിഫിക്കേഷൻ ഓഫ് certain size localities as urban irrespective of administrative boundaries. അപ്പോൾ അങ്ങനെ മൂന്ന് കാറ്റഗറിയാണ്. ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് മൈനർ സിവിൽ ഡിവിഷൻ ആസ് ചോസൺ ക്രൈറ്റീരിയ വിച്ച് ഇൻക്ലൂഡ്, അതായത് നമ്പർ ഓഫ് ഇൻഹാബിറ്റൻസ്, ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ടൈപ്പ് എന്താണ്, പിന്നെ പോപ്പുലേഷൻ, അഗ്രികൾച്ചർ ചെയ്യുന്ന പോപ്പുലേഷൻ എത്രയുണ്ട്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. രണ്ടാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത് എന്താ പറയുക, ആ പെർട്ടിക്കുലർ ഏരിയനെ ഭരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് ആരാണോ അവരുടെ ഡിസിഷനെ ബേസ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സൈസ് ഓഫ് ലൊക്കാലിറ്റി, അതായത് ആ പെർട്ടിക്കുലർ ഏർബൻ ഏരിയയിലെ എന്താ പറയുക ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്തിട്ട്, അതായത് അവിടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു മ്യൂസിയം അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു റെയിൽവേ കോളനീസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുകയാണ്. വി ആർ ഫോഴ്സ് ടു ഡു ദാറ്റ് ഫോർ ദി കൺസേൺ ഓഫ് സെൻസസ്. അപ്പോൾ അങ്ങനത്തെ കാറ്റഗറീസ് വരാമെന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ടു ആസ് പെർ യുണൈറ്റഡ് നേഷൻ ഡെമോഗ്രാഫിക് ഇയർ ബുക്ക്. ഓക്കെ, ഇനി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ 1901 ദ പ്രൈമറി കൺസിഡറേഷൻ ഓഫ് ഡിസൈഡിങ് വെദർ എ പെർട്ടിക്കുലർ പ്ലേസ് ഇസ് ടൗൺ ഓർ. അപ്പോൾ ഈ ഒരു സമയത്താണ് 1901 അങ്ങനെ ഒരു തിങ്കിങ് പോലും വന്നത്. ഒരു പെർട്ടിക്കുലർ പ്ലേസിനെ ടൗൺ ആയിട്ട് ഡിഫൈൻ ചെയ്യണോ അല്ലെങ്കിൽ വില്ലേജ് ആയിട്ടാണോ ഡിഫൈൻ ചെയ്യുന്നതെന്നൊക്കെ ഒരു തിങ്കിങ് പോലും വന്നത് ആ സമയത്താണ്. ഹൗവെവർ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആൻ അറ്റംപ്റ്റ് വാസ് മെയ്ഡ് ടു പ്രൊവൈഡ് എ സ്ട്രിക്റ്റ് ഡെഫിനേഷൻ ഓഫ് ആൻ urban area at the 1961 census, which is as under all places with. അപ്പം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ് urban areas എന്നൊരു ടാഗ് അല്ലെങ്കിൽ ഒരു ഡെഫിനേഷൻ നിർബന്ധമായും വേണമെന്നും എങ്കിൽ മാത്രമേ അതിനെ പുറത്ത് സ്റ്റഡി നടത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണയിൽ കൂടുതൽ ഇങ്ങനത്തെ ക്ലാസിഫിക്കേഷൻസ് വന്നു. അതിൻ്റെ ക്രൈറ്റീരിയ ഇങ്ങനെയായിരുന്നു: all places with municipality, corporation, cantonment board or notified town area committee etc. അപ്പോൾ അതിനെ urban ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. All other places which satisfied the following criteria: minimum population of 5,000, 75% of males non-agricultural ഫീൽഡിൽ ജോലി ചെയ്യണം, പിന്നെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ 400% per square kilometer എങ്കിലും വേണം. അത്രയും കണ്ടീഷൻസ് മീറ്റ് ചെയ്യുകയാണെങ്കിലും അതിനെ നമ്മൾ urban സൊസൈറ്റി എന്ന് വിളിക്കാമെന്ന ഡെഫിനേഷൻ കൊണ്ടുവന്നു. പിന്നീട് ആഫ്റ്റർ ഒരു 1971 അല്ലെങ്കിൽ ആ സമയം കഴിഞ്ഞു 1981 ഒക്കെ വന്നപ്പോഴത്തേക്ക് ചെറിയൊരു ചേഞ്ച് ഈ ഒരു കോൺസെപ്റ്റിൽ വന്നു. അത് വേറൊന്നുമല്ല, ഏർലിയർ ഇറ്റ് വാസ് 1960s ടൈമിലൊക്കെ ഹണ്ടിങ്, ഫിഷിംഗ്, ഫോറസ്ട്രി, പ്ലാന്റേഷൻ ഇതൊക്കെ ഇൻഡസ്ട്രിയൽ കാറ്റഗറി 3യിലാണ് വന്നിരുന്നത്. അപ്പോൾ അതൊരു അഗ്രികൾച്ചറൽ
ഇതല്ലാത്തത് കൊണ്ടും നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തതുപോലെ നോൺ അഗ്രികൾച്ചറൽ ഫീൽഡിൽ വി കുഡ് ഹാവ് ആഡഡ് ദീസ്. പക്ഷേ ലേറ്റർ ഇൻ 1980s ദീസ് വർക്ക്, ഫിഷറി ആണെങ്കിലും ഫോറസ്ട്രി ആണെങ്കിലും പ്ലാന്റേഷൻസും എല്ലാം ഇൻഡസ്ട്രിയൽ അല്ല, അതും അഗ്രികൾച്ചറൽ റിലേറ്റഡ് തന്നെയാണ് എന്നൊരു ക്ലാസിഫിക്കേഷനിൽ വന്നപ്പോഴാണ് വീണ്ടും ഡെഫിനിഷൻ അല്ലെങ്കിൽ കൗണ്ടിൽ വ്യത്യാസങ്ങൾ വന്നത്. ഓക്കെ. കാറ്റഗറീസ് ഓഫ് ടൗൺ അക്കോർഡിംഗ് ടു ഇന്ത്യൻ സെൻസസ് പ്രകാരം നമ്മൾ ടൗൺസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നാണ്. ഒന്ന് സിറ്റി, ഒന്ന് സെൻസസ് ടൗൺ ആണ്. എനി urban ഏരിയ വിത്ത് എ പോപ്പുലേഷൻ ഓഫ് ദിസ് മണി 1 lakh or more is treated as a city in the Indian census. ഇന്ത്യൻ സെൻസസ് പ്രകാരം 1 lakhൽ കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഏതൊരു urban ഏരിയനെ നമുക്ക് സിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്യാം. സെൻസസ് ടൗൺ എന്ന് പറയുമ്പം എനി ഏരിയ വിച്ച് സാറ്റിസ്ഫൈ ദ ഫോളോവിങ് കണ്ടീഷൻ is considered as census town. Conditions എന്താണ്? മിനിമം പോപ്പുലേഷൻ 5000 വേണം, 75% ഓഫ് മെയിൽ വർക്കിംഗ് നോൺ അഗ്രികൾച്ചർ, നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. ഡെഫിനേഷൻ ഓഫ് പോപ്പുലേഷൻ ഓഫ് 400 square kilometer. അപ്പം സെൻസസ് ടൗൺ എന്ന് പറയുന്നത് എന്താണെന്നും സിറ്റി എന്താണെന്നും ഈ രണ്ട് ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ ടൗൺ ക്ലാസിഫിക്കേഷനായിട്ട് ഇന്ത്യൻ സെൻസസ് പ്രകാരം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ അത് ഓർത്തിരിക്കും. ഇനി അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടേമാണ് urban agglomerationും UAയും ഔട്ട്ഗ്രോത്തും OGയും. അപ്പോൾ ഫസ്റ്റ് വിൽ ഡിസ്കസ് ആൻ ഔട്ട്ഗ്രോത്ത്. ഔട്ട്ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇസ് എൻ urban settlement contiguous to another urban area like statutory towns, census town or a city, though it possesses all the urban characters, it does not qualify independent. അപ്പോൾ ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ടൗൺ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്താണ് അതൊരു അതിൻ്റെതായ ക്യാരക്ടറിസ്റ്റിക്സ് നിലനിർത്തിക്കൊണ്ട് ഒരു സെൻസസ് ടൗൺ അല്ലെങ്കിൽ ഒരു സിറ്റി അതിൻ്റെ ക്വാളിറ്റീസ് എല്ലാം കാണിക്കുന്ന ഒരു സെറ്റിൽമെൻറ്റ് ഏരിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഔട്ട്ഗ്രോത്ത് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അല്ലെങ്കിൽ ഒരു റെയിൽവേ കോളനി അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഏരിയ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ആണ് അല്ലേ? അവിടെ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു urban കോൺസെപ്റ്റിൽ വരുന്ന ഹെട്രോജിനിറ്റിക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളാണ്. പക്ഷേ അത് ചിലപ്പോൾ നിലനിൽക്കുന്നത് ഒരു റൂറൽ ഏരിയയിലായിരിക്കും, ഒരു നാട്ടിൻ പുറത്ത് ഏതെങ്കിലും സ്ഥലത്തായിരിക്കാം. ബട്ട് സ്റ്റിൽ ദേ ആർ കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് urban out. അപ്പോൾ അങ്ങനത്തെ കോൺസെപ്റ്റിനാണ് നമ്മൾ urban outgrowth അല്ലെങ്കിൽ OG എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇങ്ങനത്തെ OGസും urban സ്പ്രെഡിനെയാണ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചേർത്ത് വെച്ച ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂസ് ഗ്രോത്ത് ഓഫ് urban സ്പ്രെഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? urban agglomeration എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡെഫിനേഷൻ അങ്ങനെ തന്നെ പഠിക്കുക. The UA is defined as a continuous urban spread constituting a town and its adjoining urban outgrowth, or two or more physically continuous towns together with continuous well-recognized urban outgrowth if any of such rose. അപ്പോൾ ആ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ urban agglomeration എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഔട്ട്ഗ്രോത്ത് എന്താണെന്ന് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തതും മനസ്സിലാക്കുക. അപ്പോൾ ആ ഔട്ട്ഗ്രോത്തും അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും രണ്ട് urban ടൗൺസും തമ്മിലുള്ള ആ ഒരു കമ്പൈനേഷൻ അല്ലെങ്കിൽ ആ ഒരു ചേരൽ പ്രോസസ്സിനെയാണ് നമ്മൾ urban agglomeration എന്ന് പറയുന്നത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഈ urbanization ആൻഡ് urban ഗ്രോത്തിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ മുതൽ 2500 BC മുതൽക്ക് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു തുടക്കം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പ്രീ കൊളോണിയൽ പീരീഡും അല്ലെങ്കിൽ കൊളോണിയൽ പീരീഡിലായാലും പോസ്റ്റ് കൊളോണിയൽ പീരീഡിലായാലും ദി urbanization slowly came into existence. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണെങ്കിൽ പോലും India is one of the least urbanized countries in the world. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് അറിയാം. In 20th century level of urbanization in India increased from, പക്ഷേ 20th centuryക്ക് ശേഷമാണ് ചെറിയ ഗ്രോത്ത് എങ്കിലും ഉണ്ടായത്. ആ 17% നിന്ന് നേരെ 27.78% urbanization ഉയർന്നു. ഓക്കെ. So whether it's a good or bad thing, that's again a debatable topic, but still ഇത്രയും മുൻപ് തുടങ്ങിയിട്ട് പോലും ബാക്കി കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ we are still behind in terms of urbanization. To conclude this, we can say that urbanization is a complex socio-economic process closely connected with the scientific technology revolution, and that it exercises a growing influence on all aspects of society's life, affecting the nature of economic development, the demographic, ethnic, and many social processes.
നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സിനെയും അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സോഷ്യോ എക്കണോമിക് പ്രോസസ്സാണ്. അതായത് എക്കോളജി, നമ്മുടെ ഹ്യൂമൻ റിലേഷൻസ് ആയാലും ഹ്യൂമൻ ടു നേച്ചർ റിലേഷൻ ആയാലും ഇതെല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സോഷ്യോ എക്കണോമിക് പ്രോസസ്സ് തന്നെയാണ്, കോംപ്ലെക്സ് പ്രോസസ്സ് തന്നെയാണ് urbanization എന്ന് പറയുന്നത്. urbanization എന്ന പ്രോസസ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സൊസൈറ്റിയിൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ചേഞ്ചസ്, അത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്, ചേഞ്ചസ് നേച്ചർ ഓഫ് പീപ്പിൾസ് ആക്ടിവിറ്റി, ആളുകളുടെ പെരുമാറ്റം, സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസം, ദ റേഷ്യോ ബിറ്റ്വീൻ ദ പോപ്പുലേഷൻ, അഗ്രികൾച്ചറൽ ജോലി അല്ലാതെ വേറെ പല ജോലികളിലേക്ക് ആൾക്കാർ പോകുന്നു, പിന്നെ ടൈപ്പ് ഓഫ് സെറ്റിൽമെൻറ്റ്സ് മാറുന്നു, ലൈഫ് സ്റ്റൈൽ മാറുന്നു, പിന്നെ അവർക്ക് ഉള്ള ഇൻഫ്ലുവൻസ്, ആ ഓവറോൾ പോപ്പുലേഷനിൽ അവർ കൊണ്ടുവരുന്ന ഇൻഫ്ലുവൻസുകൾ വലിയ വലിയ രീതിയിൽ മാറുന്നു. സോ ഓൾ ദീസ് ആർ ദി റീസൺസ് ഓർ കോൺട്രിബ്യൂഷൻസ് ഓഫ് എ urbanized society. Okay, so that's it. Hope you understood the topic. If you have any doubts, you can add it in the comment section or email me. I will try to clear it up for you. If you found this video useful, please do like, share and subscribe. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ വീഡിയോ കണ്ട് അതിലെ പോയിന്റ്സ് നിങ്ങൾ എഴുതിയെടുക്കുക. ഇതിനകത്തുള്ള പോയിന്റ്സ് പ്ലീസ് ഡോണ്ട് സ്കിപ്പ്, ബിക്കോസ് ഇഫ് യു സ്കിപ്പ് ദം then it will be very റഫ് ടോപ്പിക്. ബിക്കോസ് ഞാൻ ഇതിലെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു സെഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഡോണ്ട് സ്കിപ്പ് എനി ഓഫ് ദീസ് പോയിന്റ്സ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.